നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. IPLനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സൂപ്പർ സാറ്റർഡേ ആയിരുന്നു. അതിഗംഭീരമായ ഒരു ശനിയാഴ്ച. ആദ്യത്തെ കളി പഞ്ചാബ് കിങ്സ് 11 ഡൽഹി ക്യാപിറ്റൽസും തമ്മിലായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് തകർപ്പനടി അടിച്ചു. 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 264 റൺ അടിച്ചു. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. അവരുടെ ഓപ്പണർ KL രാഹുൽ 67 പന്തിൽ 152 റൺ അടിച്ചു. അവരുടെ തന്നെ നിതീഷ് റാണ 44 പന്തിൽ 91 റൺ അടിച്ചു. എന്തായാലും 264 എന്ന അതികൂറ്റൻ സ്കോർ അവർ പടുത്തുയർത്തി. അത് മറികടക്കണമെങ്കിൽ ചരിത്രം IPLൻ്റെ റെക്കോർഡ് സൃഷ്ടിക്കണമായിരുന്നു. എന്തായാലും പഞ്ചാബ് കിങ്സ് 11 ആ റെക്കോർഡ് അങ്ങ് സൃഷ്ടിച്ചു. അവർ 18.5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. 6 വിക്കറ്റിൻ്റെ വിജയം. ഗംഭീര കളിയായിരുന്നു, അതിഗംഭീര കളി. അവരുടെ ഓപ്പണർമാർ ആദ്യത്തെ 6 ഓവറിൽ പവർ പ്ലേയിൽ തന്നെ 116 റണ്ണാണ് വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ അടിച്ചെടുത്തത്. പ്രിയാൻ ഷാരിയ 17 പന്തിൽ 43 റൺ എടുത്ത പുറത്തായി. പ്രഭ്സിമ്രൻ സിംഗ് 26 പന്തിൽ 76 റൺ എടുത്തു. അതിഗംഭീരമായ ബാറ്റിംഗ് ആയിരുന്നു. പിന്നീട് ശ്രേയസ് അയ്യർ, അവരുടെ ക്യാപ്റ്റൻ, 71 റൺ അടിച്ചു. 36 പന്തിൽ പുറത്താകാതെ നിന്നു. എന്തായാലും 18.5 ഓവറിൽ 7 പന്ത് ബാക്കി നിൽക്കെ 265 റണ്ണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത്ര അനായാസമാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധം പഞ്ചാബ് കിങ്സ് 11 ജയിച്ചു. അങ്ങനെ അതൊരു ഗംഭീര തുടക്കമായിരുന്നു. രണ്ടാമത്തെ കളിയിൽ രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലായിരുന്നു. ഇവിടെയും രാജസ്ഥാൻ റോയൽസ് ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ വൈഭവ് സൂര്യവംശിയുടെ അതിഗംഭീരമായ തുടക്കം. ഒരു ഘട്ടത്തിൽ 6 പന്തിൽ 30 റണ്ണ് ആണ് വൈഭവ് സൂര്യവംശി അടിച്ചിരുന്നത്. 6 പന്തിൽ 30 റണ്ണ്. ആ അടി തുടർന്ന വൈഭവ് സൂര്യവംശി 36 പന്തിൽ സെഞ്ചുറി അടിച്ചു. 37ാമത്തെ പന്തിൽ പുറത്താവുകയും ചെയ്തു. മൊത്തം 103 റണ്ണാണ് അടിച്ചത്. എന്തായാലും ധ്രുവ് ജുറേൽ 51 റൺ അടിച്ചു. പിന്നീട് സ്കോർ 228, 6 വിക്കറ്റ് നഷ്ടത്തിൽ 228 റണ്ണിലേക്ക് എത്തി. അപ്പോൾ അത് സാമാന്യം തെറ്റില്ലാത്ത ഒരു സ്കോറാണ്. പക്ഷേ ഈ സീസണിൽ IPLൽ 228 വേണമെങ്കിൽ മറികടക്കാവുന്നേ ഉള്ളൂ. സൺറൈസേഴ്സ് ഹൈദരാബാദ് അത് തന്നെയാണ് ചെയ്തത്. അവർ 18.3 ഓവറിൽ 9 പന്ത് ബാക്കി നിൽക്കെ സംഗതി ലക്ഷ്യം പൂർത്തീകരിച്ചു. 5 വിക്കറ്റാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അവരുടെ ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ 74 റണ്ണെടുത്ത് മുന്നിൽ നിന്ന് നയിച്ചു. 57 റണ്ണെടുത്ത് അഭിഷേക് ശർമ്മ അതിഗംഭീര തുടക്കം നൽകി. എന്തായാലും 200-ലധികം റണ്ണ് അടിച്ച 2 കളിയും ചേസ് ചെയ്ത് ജയിച്ചു. അതിഗംഭീരം എന്ന് പറയാവൂ. 265, 229 അതൊന്നും അടിക്കാൻ ഒരു മടിയില്ല, ഒരു ബുദ്ധിമുട്ടും ഈ IPL സീസണിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ബാറ്റർമാരുടെ ഒരു ഉത്സവം ഇന്ന് നടന്നു. ബാറ്റർമാർ ഒന്നാം തരം സദ്യ ക്രിക്കറ്റ് ആരാധകർക്ക് നൽകി. എന്തായാലും അങ്ങനെ ഇതൊരു സൂപ്പർ സാറ്റർഡേ ആയി മാറി.